മനുഷ്യനായ കുറെയൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കാൻ കഴിയണം. രാവിലെ 5 മണിക്ക് എണീറ്റതാ ഞാൻ. ശ്വാസം വിടാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ എല്ലാം ചെയ്യാൻ തയ്യാറാ, പക്ഷെ എനിക്ക് ജോലിക്കും പോണ്ടേ. ഉറങ്ങല്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ വെടി വെച്ചാൽ പോലും കേൾക്കുകയല്ല. പരമ സുഖമല്ലേ ഇങ്ങനെ പോച്ച് മൂടിക്കിടന്ന് ഉറങ്ങാൻ. എന്നാൽ ഒരു കൊച്ചുണ്ട്, അതിനിന്ന് പരീക്ഷയുള്ള ദിവസമാണ്. അതിനെ ഒന്ന് എഴുന്നേപ്പിക്കുക, കുളിപ്പിക്കാൻ നോക്കുക. എല്ലാം എന്റെ കുറ്റമാ. ഞാൻ കൂടുതൽ ക്ഷമിക്കും തോറും എന്നെ മുതലെടുക്കുന്നത്. ജോലി മാത്രമാണെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും ചെയ്തോളാം. പക്ഷെ നാളേക്ക് 40 തൊട്ടല്ലേ ഈ മണി മുടങ്ങുന്നത്. അത് ഞാൻ തന്നെ പോയി നോക്കണ്ടേ? എന്താ സാറുണ്ടോ? ഉണ്ട്, പക്ഷെ ഉറങ്ങാണ്. ഒന്ന് കാണണമായിരുന്നു. അല്പം വെയിറ്റ് ചെയ്യൂ. സുഖേട്ടാ, ഉണ്ണിക്കുട്ടാ, നിന്നോടല്ലേ എന്നൊക്കെ പറഞ്ഞത്? ഉണ്ണിക്കുട്ടാ, ഇന്ന് പരീക്ഷയല്ലേ, ചെന്ന് പലതേക്ക്. PS സാറുണ്ടോ? ഉണ്ടതാ പറഞ്ഞേ. നന്നായി. ഇനിയിപ്പൊ കുളിക്കണ്ടല്ലോ. ഞാൻ ഇപ്പൊ പോവാണ്. ഇന്ന് എനിക്ക് എക്സാമിനേഷൻ സൂപ്പർവൈസർ ഉള്ള ദിവസമാണ്. പിന്നെ ഉണ്ണിക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ വാൻ വരില്ല. അവന് പരീക്ഷ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് സുഖമായിട്ട് തന്നെ അവനെ സ്കൂട്ടറിൽ കൊണ്ടാക്കണം. പിന്നെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ചെല്. നമസ്കാരം. ഞാനേ കുളിക്കാനായിട്ട് തലയിൽ വെള്ളം ഒഴിച്ചേ ഉള്ളൂ. അപ്പോഴാണ് നിങ്ങൾ വന്നത്. ഞാൻ പലതവണ ഫോണിൽ ട്രൈ ചെയ്തു. എപ്പോൾ വിളിച്ചാലും എൻഗേജ്. അതെ, അത് ശരിയാ. മുഖ്യമായിട്ടും 2 കാരണങ്ങളാ. ഇവിടത്തെ ഫോൺ എപ്പോഴും എന്റെ ചെവിയില്ല. വിളിക്കുന്നത് നിങ്ങളെ പോലെയുള്ളവരാണല്ലോ, തുടങ്ങിയിട്ട് ആവശ്യത്തില്ലല്ലോ. അത് മാത്രമല്ല, ഞങ്ങളുടെ ഈ ലൈനിൽ എപ്പോഴും കേബിൾ ഫാൾട്ടാ. എത്ര തവണ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധപ്പെടുത്തിയാന്നറിയോ? അത് ഈ കാര്യമില്ല. നിങ്ങൾ നേരെ പാർട്ടി ഓഫീസിലേക്ക് വിട്ടോ. ഞാൻ എന്റെ മോനെ സ്കൂളിലാക്കിയിട്ട് അങ്ങ് വന്നേക്കാം. ചെല്. ദൈവത്തെ പോലെ ബഹുമാനിക്കേണ്ട ഭർത്താവിന്റെ തലയിൽ ഒരു കുടം വെള്ളം കോരി ഒഴിച്ചതിന്റെ ആഹ്ലാദമാണോ? അല്ലല്ല, സത്യം മാത്രം പറയേണ്ട ഒരു പൊതുപ്രവർത്തകൻ രാവിലെ തന്നെ തട്ടിവിടുന്ന പച്ചക്കള്ളം കേട്ടിട്ടുള്ള പരമാനന്ദം. താങ്കൾ എന്താണ് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്? കേബിൾ ഫാൾട്ട് ആണെന്നോ? 766 രൂപ 60 പൈസ ടെലിഫോൺ ബില്ലായതും അത് 25-ാം തീയതിക്ക് മുൻപ് അടച്ചില്ലെങ്കിൽ കണക്ഷൻ കട്ട് ചെയ്യുമെന്നും ഡിപ്പാർട്ട്മെന്റ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഓർമ്മയില്ലേ? ഞാൻ എന്ത് ചെയ്യാ? ഒന്നോർത്തോ, പാവ എന്റെ സുഖേട്ടൻ. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഞാനൊരു പാവമാണ്. ഒരു 50 മിനിറ്റ്സ്. ഇതാണ് സുഖേട്ടന്റെ കുഴപ്പം. എന്തെങ്കിലും നല്ലത് പറഞ്ഞ അപ്പം മുതലെടുക്കും. തനി രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം. ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, നിന്റെ കൊച്ചിനെ. നിന്റെ അല്ല, നമ്മുടെ. അതെ, നമ്മുടെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാം.
അപ്പൊ അവന്റെ 1 വർഷം പോവില്ലേ? എനിക്ക് എന്നെ ചെയ്യാൻ പറ്റും? ഉത്തരവാദിത്തം നിങ്ങൾക്കും വേണ്ടായോ? അരമണിക്കൂർ വയ്യ ഹസ്ബൻഡ് വരുന്നത്. നിയമം എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെയാ. ഐ എം വെരി സോറി. വാവേ, നിന്റെ ഈ പ്രകോപനത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇല്ല, എന്റെ കുഞ്ഞ് പരീക്ഷ എഴുതിയില്ലെങ്കിൽ എനിക്ക് പ്രകോപനം വരും. വാവേ, അതിന് അടിസ്ഥാനമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുകയാണ്. ഒന്നും ചോദിക്കണ്ട, ഇത് പാർട്ടി മീറ്റിംഗ് ഒന്നും അല്ല. ഞാൻ ചോദിക്കുകയാണ്, എന്റെ കുഞ്ഞിന്റെ 1 വർഷം പോയ ആര് സമാധാനം പറയും? വാവേ, പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കും. അത് എന്റെയും കൂടെ കുഞ്ഞാണ്. നീ ശാന്തമായിട്ടൊന്ന് ആലോചിച്ചു. നമ്മുടെ കുഞ്ഞിന്ന് പരീക്ഷ എഴുതി ജയിച്ചാൽ ആത്യന്തികമായി അവനൊരു MAയോ MSCയോ എടുക്കും. ഇവിടത്തെ വ്യവസ്ഥിതിയിൽ ഒരു ജോലിക്ക് വേണ്ടി തെണ്ടാനുള്ള ലൈസൻസാണ് മാതാപിതാക്കളായ നമ്മൾ അവന് നേടിക്കൊടുക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നത്തെ കണക്കനുസരിച്ച് 32 ലക്ഷം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് തൊഴിലിന് വേണ്ടി തെണ്ടുന്നത്. അവരെയൊക്കെ നിന്നെ പോലെ അവരുടെ അമ്മമാര് തല്ലിപ്പഴിപ്പിച്ച് പഠിപ്പിച്ച് പരീക്ഷ എഴുതി ജയിപ്പിച്ചവരാണ്. നമ്മുടെ കുഞ്ഞ് 1 വർഷം കൂടെ കഴിഞ്ഞ് തെണ്ടിയാവുന്നുള്ളൂ വിചാരിക്കാം. അതെ, സുഖട്ടമിന് ഞാൻ പറയുന്നൊന്നും അനുസരിക്കില്ലല്ലോ. നീ പറഞ്ഞ എന്താ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുള്ളത്? ലോകത്ത് ആര് പറഞ്ഞാലും അനുസരിക്കാത്തവനാ ഞാൻ. നീ പറഞ്ഞ സുഖേട്ട, ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമവിരുദ്ധ ഒരു അലങ്കാരമാണെന്ന് ഞാൻ ചേർന്നില്ലേ? എവിടെ നിനക്ക് പറഞ്ഞുകൂടെ നിന്റെ ഭർത്താവ് ഒരു നിയമ വിദ്യാർത്ഥിയാണ്? പക്ഷെ മരണം വരെ സുഖട്ട ഒരു നിയമ വിദ്യാർത്ഥിയായി തന്നെ ഇരിക്കും. ഒരാഴ്ച ഞാൻ എത്ര മെനക്കെട്ടിട്ടാ യൂണിവേഴ്സിറ്റി ഓഫീസിൽ പോയി TC വാങ്ങി. എന്നിട്ട് സുഖട്ട എത്ര ദിവസം ക്ലാസ്സിൽ പോയി? അങ്ങനെ എന്നും പോയിരിക്കണമെന്നൊന്നുമില്ല. അതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ തകരാറ്. ഞാനൊന്ന് ചോദിക്കട്ടെ? ഓ മതി മതി. എന്നാ പറ, നമുക്ക് മോനെയൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോയി അവനൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവന്റെ കുഞ്ഞു വർത്തമാനമൊക്കെ ഒന്ന് കേട്ട് നീ നിന്റെ നയം വ്യക്തമാക്ക്. പോകാവുന്നുള്ള നയം വ്യക്തമാകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാരും പറയും അച്ഛന്റെ നാക്ക് ശരിയല്ല. അല്ല, ഇന്ന് ഇപ്പോ എന്റെ പിറന്നാളിന് അയാൾ വന്നില്ല എന്നുള്ള പരാതി കൊണ്ട് പറയുന്നതല്ല. ഈ കുടുംബത്തിലെ 7 സൽക്രമത്തിന് അയാൾ വന്നിട്ടുള്ളത്. അത് അച്ഛൻ ഞങ്ങളോട് ഇപ്പൊ കയർത്തിട്ട് എന്താ കാര്യം? ഈ വിവാഹത്തിന് അന്നേ ഞങ്ങൾ രണ്ടുപേരും എതിരായിരുന്നു. അതെന്ത് വർത്തമാനമായി പറയുന്നത്? ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് ഒത്തോ? ഞാൻ എന്റെ അനിഷ്ടപ്രകാരം അല്ല ഇതൊക്കെ ചെയ്തത്. നിന്റെയൊക്കെ ഭാര്യമാരോട് ചോദിച്ചു നോക്ക്. ജയന്തി, കുമാരി, എനിക്കിപ്പൊ അറിയണം, എന്റെ ഇഷ്ടപ്രകാരം മാത്രം എടുത്ത തീരുമാനമാണോ വത്സലയുടെ വിവാഹം? അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷമായില്ലേ, പിന്നെന്താ ഇന്ന് ഇങ്ങനെ ഒരു സംശയം? നിങ്ങൾ വിഷയം മാറ്റാതെ ചോദിച്ചതിന് സമാധാനം പറ. എന്തുകൊണ്ട് വത്സലയുടെ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അച്ഛൻ ആകെയുള്ളൊരു മോള്. പിന്നെ അമ്മയില്ലാതെ വളർന്ന മോളോടുള്ള അച്ഛന്റെ സ്നേഹം. അത് പറ. IAS കാരനോ കോൺട്രാക്ടറോ ആണെന്ന് വെച്ച് ബുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നൊന്നും ഇല്ല. പാർട്ടിയില് സുകുമാരന് നല്ല ഇമേജാ, പക്ഷേ മുന്നോട്ട് ഇടിച്ചു കയറി വരാനുള്ള സ്റ്റാമിന ഇല്ല. അത് തന്നെയാ ഞാനും ഈ പറയുന്നത്. ഇത്രയും കാലമായിട്ട് അയാളുടെ ഒരു ഫോട്ടോയോ പേരോ പത്രത്തിൽ വന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പറയുമ്പോ 24 മണിക്കൂറും രാഷ്ട്രീയമാ. ഒന്നുണ്ടച്ചാ, ഈ രാഷ്ട്രീയക്കാരുടെ സമയം കാലമൊക്കെ എപ്പോഴാ തെളിയുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ബാബാനെ, ഞാൻ നിന്റെ അച്ഛനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ, നിന്റെ അച്ഛൻ വന്നില്ലേ? സെക്രട്ടേറിയറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വരാൻ അങ്ങേയറ്റം ശ്രമിക്കും, ഇല്ലെങ്കിൽ വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരി. പക്ഷെ നല്ലൊരു പിറന്നാളായിട്ട് ആ വിളിയും കാത്ത് എനിക്ക് വിശന്നിരിക്കാൻ പറ്റില്ലല്ലോ. യവൻ കുറച്ചുമ്പേ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയക്കാരുടെ സമയവും കാലവും ഒന്നും ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. അതാ ജയ, നീ ഒരു കാര്യം ചെയ്യും, ഉടനെ ഒന്ന് ഫോൺ ചെയ്ത് അദ്ദേഹം ഇങ്ങോട്ടെങ്ങാനും എഴുന്നള്ളുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചോദിക്കും. വേണ്ട, ചേട്ടൻ വിളിക്കണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. വത്സല വന്നിട്ട് പായസം വയ്ക്കാനിരുന്നെങ്കിൽ ഞങ്ങൾ വലഞ്ഞേനെ. ഏതായാലും ഇപ്പോഴെങ്കിലും വന്ന് നന്നായി, അല്ലെങ്കിൽ അച്ഛൻ ഇന്ന് പട്ടിണി ഇരുന്നേനെ. ഞാൻ സുഖേട്ടനൊന്ന് ഫോൺ ചെയ്യട്ടെ. ബാബാ, എല്ലാം വിളമ്പി വയ്ക്കാം. അച്ഛൻ എന്തെങ്കിലും കാരണം കിട്ടാനിരിക്കുക. ഹലോ, സുഖേട്ടനല്ലേ? എന്താ വരാൻ പറ്റില്ലെന്നോ? അച്ഛാ, നേതാവ് വരുന്ന ലക്ഷണമില്ല. അല്ല, അയാളിപ്പോ വന്നാലും നമ്മോട് സംസാരിക്കാൻ വിഷയമില്ല. അയാൾക്ക് സംസാരിക്കാനുള്ളത് ഇവിടത്തെ കാര്യമൊന്നും അല്ലല്ലോ. എനിക്ക് പറയാനുള്ളത് കുവൈറ്റിനെ പറ്റിയാണ്.
1,80,000 ഇന്ത്യക്കാരാണ് സർവ്വതും നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുന്ന ഈ പ്രവണത നമ്മുടെ ലോകത്തെ എവിടെ കൊണ്ടെത്തിക്കും? എത്ര 18. ആ വാവ മോനെ വിളിച്ചോണ്ടിഞ്ഞ് പോകുന്നോ? നന്നായി. ഞാൻ വിളിക്കാൻ പോണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിചാരിച്ചല്ലോ, ഭാഗ്യം. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ഇപ്പോഴത്തെ ഗൂഢാലോചന ടീച്ചർക്കെതിരെയാ. അല്ല, നിങ്ങൾ കോളേജ് ടീച്ചർ സമരം തുടങ്ങാൻ പോവല്ലേ, അതിനെതിരെ എന്ത് നിലപാടെടുക്കണമെന്നതിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നടക്കട്ടെ നടക്കട്ടെ. മോൻ വാ. ദാ, ഉണ്ണി വാവേ ഒരു 3-4 ചായ എടുത്തേ. കഴിക്കാൻ വല്ല വേണം? ഓ, ഒന്നും വേണ്ട. ഒന്നും വേണം, താൻ തീരുമാനിച്ചാൽ മതി. താൻ കിടന്ന് ചൂടാലോ, നമുക്ക് എല്ലാവർക്കും വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാന്ന്. വാവേ അടുക്കളയിലേ നമ്മുടെ ഷെൽഫിന്റെ മുകളിൽ 2 ടിൻ ചിപ്സ് ഉണ്ട്, മറ്റേ ടിനി മിക്സറും ഉണ്ട്. അതിന് കൊണ്ടുവാ. അധ്യാപകരോ വിദ്യാർത്ഥികളോ എന്നുള്ളതല്ല, പാർട്ടിക്ക് ഈ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്താന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ? പിന്നെ അപ്പൊ നമുക്കൊരു നിലപാട് വേണ്ടേ? നിലപാടായി പറഞ്ഞത്. അതെ, ഫോൺ 766 രൂപ 60 പൈസ ഞാൻ അടച്ചു. അപ്പൊ ഫോണും വന്നു. ഹലോ, അതെ, ആ, താങ്ക് യു. വാവേ ഞാനൊന്ന് വിളിച്ചോട്ടെ. പാർട്ടി ഓഫീസിലേക്കാ. 2 ആഴ്ചയായിട്ട് എന്റെ നയതന്ത്ര ബന്ധം ആകെ തകരാറില്ല. സുഖേട്ടൻ എത്ര വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ ആ പ്ലഗ് ഇളങ്ങാനും ഇതേ തൊട്ടാൽ സാറ് സുകുമാരനാ? 2 ആഴ്ചയായിട്ട് ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. ആ വിവരം ഒന്ന് പറയാനായിരുന്നു. ശരിയായി. ആ ശരി എന്നാ, ഓക്കെ. നമ്മുടെ ഭാസ്കറിന്റെ നമ്പർ 739320 739350. എനിക്കറിയില്ല, 2 നമ്പർ വിളിച്ചു നോക്കാം. ഹലോ, ആ ഭാസ്കറിനുണ്ടോ? പിന്നെ ആരുടെ വീടാ? സോറി. ഹലോ, ആ റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ഈ കണ്ണൂർ എക്സ്പ്രസ് എത്ര മണിക്കാ പോണേ? ഇത് ചോദിക്കാനാണോ വിളിച്ചത്? 8:40. ആ, ആർക്കാ? ഹലോ, ആ മെഡിക്കൽ കോളേജ് അല്ലേ? കുര്യനുണ്ടോ? ഇല്ലേ? വെറുതെ വിളിച്ചാ. ഇങ്ങിതാ. നോക്കിക്കോ, ഫോൺ എടുത്ത് ഞാൻ ബെഡ്റൂമിൽ വെക്കും. നിങ്ങളുടെ വർഗം ഇതാ, ആരുടെയെങ്കിലും ഫോൺ കണ്ടാ ഉടനെ ഒന്ന് കറക്കണം. ചുമ്മായിട്ട് കറക്കുക. എന്നാ ഇതൊരു വീടാണ്, ഫോൺ ബില്ല് പാർട്ടിയല്ല കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ വാവേ, പാർട്ടിയിൽ തറവാടിത്തുള്ള ഒരേ ഒരുത്തൻ ഞാൻ മാത്രമാണെന്ന്. എന്തിനാ ഇവിടെ കൂട്ടം കൂടി ഇരിക്കുന്നത്? അധ്യാപക സമരത്തിനെതിരായിട്ട് വല്ലതും പ്ലാൻ ഇടുകയാണോ? എന്നാണ് പാർട്ടിയുടെ ഒരു തീരുമാനം. ദേ, എന്ത് തീരുമാനം കൊള്ളാം, പക്ഷേ സുഖേട്ടൻ കമാന്ന് മിണ്ടി പോരുത്. ഭാര്യ അധ്യാപികയാണെന്ന് അറിയാലോ. പാർട്ടിയുടെ ഒരു നയം. പാർട്ടിയുടെ നയമൊന്നുമില്ല, ഇവിടെ എന്റെ നയം മാത്രം നോക്കിയാൽ മതി. ഞാൻ പങ്കെടുക്കുന്നില്ല, പോരെ. വെറുപ്പിക്കണ്ട. നീ ആ മിക്സറും ചിപ്സും ഒക്കെ എടുത്തുകൂടെ കഴിച്ചിട്ട് പോട്ടെ. സമരം വന്ന് നന്നായി. ഞാൻ ഉടനെ സ്ഥലം വിടും. അമ്മച്ചിയുടെ ബർത്ത്ഡേയാ. ചെന്നില്ലെങ്കിൽ ഇനി അതും മതി. എല്ലാരും പങ്കെടുക്കണമെന്നാ സർക്കുലർ. അല്ലെങ്കിൽ കരിങ്കാലി ലിസി എന്നുള്ള ഓമിന് പേര് കിട്ടും. ഓ, അല്പം കരിങ്കാലിപ്പണി അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലേ? ഇവരെന്നാത്തിന് ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ? വത്സലേ, എനിക്കൊരു സംശയം. തന്റെ ഭർത്താവിന് കരിങ്കാലിപ്പണി കാണിക്കൂ? നമ്മുടെ സമരം പൊളിക്കാൻ അധികം അവതരിക്കൂ? ഇന്നൊരു ദിവസം പുറത്തിറങ്ങാൻ പാടില്ലെന്ന് ഓർഡർ കൊടുത്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അധ്യാപകരും മനുഷ്യരാണ്, അധ്യാപനവും തൊഴിലാണ്. നമുക്കുമുണ്ടേ അവകാശങ്ങൾ, അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇതേം മതിയും സമരം ചെയ്യും. അന്യായമായ അധ്യാപക സമരത്തിനെതിരെ വിദ്യാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുവാൻ
നിങ്ങളുടെ അനിഷേധ്യനായ നേതാവ് ശ്രീ ആകെ കുഴഞ്ഞിരിക്കുക. ധർണ ഉദ്ഘാടനം ചെയ്യേണ്ട ധർമ്മരാജ എത്തിയിട്ടില്ല. മാനം കാക്കണം. PS വന്നേ പറ്റൂ. ഞാൻ വരില്ല വരില്ല വരില്ല. ഒരു വാക്കോടൊന്ന് പറഞ്ഞാൽ മതി ഉദ്ഘാടനം. ഇല്ലെങ്കിൽ നമ്മൾ നാറും. ഇതിലൊരു കുടുംബ പ്രതിസന്ധിയുണ്ട്. അച്ഛൻ ഡോക്ടറാണെങ്കിലും സ്വന്തം മോൻ അസുഖം വന്നാൽ ഓപ്പറേറ്റ് ചെയ്യാറില്ല. ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. വേറെ ഡോക്ടേഴ്സ് ഇല്ലെങ്കിലോ? ഇതൊരു കാഷ്വാലിറ്റി കേസാണ്. ദേ, നമ്മുടെ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. PS ഒന്ന് എഴുന്നേറ്റ് റെഡിയാക്കി. പ്ലീസ് പ്ലീസ് ജസ്റ്റ് ഒന്ന് തലയടിച്ചാൽ മതി. പ്രിയങ്കരനായ നിങ്ങളുടെ യുവജന നേതാവ് ശ്രീ പി സുകുമാരൻ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമാണ്. അധ്യാപകർ സമരത്തിനിറങ്ങിയിരിക്കുന്നു. ഇവർ അധ്യാപകരാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇവർ സമരം ചെയ്യുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ അവർ എന്തുകൊണ്ട് സമരം ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ അവരുടെ വികാരങ്ങളെ കൂടെ കണക്കിലെടുക്കേണ്ടത്. നയം മാറുന്നു. പ്രശ്നം എന്ത് തന്നെ ആയാലും അധ്യാപകർ സമരം ചെയ്താൽ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഗതി എന്താവും? വിജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഈ കുരുന്ന് മനസ്സുകളെ മരവിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായ അധ്യാപകർ വെറും കവലച്ചട്ടമ്പികളെ പോലെ തെരുവിൽ സമരത്തിനിറങ്ങുന്ന നിമിഷത്തെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട എന്റെ മാനം കളഞ്ഞു. സന്തോഷായില്ലേ? ഞാൻ പ്രത്യേകം പറഞ്ഞാണ് വരരുതെന്ന്. പാർട്ടി സുഖമായിട്ടിന് മുതലെടുക്കാണ്, അതറിയുന്നില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്, ഒരു ഭർത്താവുമാണ്. പാർട്ടി പോകാൻ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഭാര്യ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോഴാണ് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുന്നത്. പോയേ പറ്റൂ, പോയി. ഞാൻ എന്താ പറഞ്ഞത്? ഇവർ അധ്യാപകരാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇവർ ചെയ്യുന്ന ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അവരെന്തിന് സമരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇവിടെയും തൊടാതെ ഒരു കളി. അതാണ് എന്റെ ഒരു നയം. ഓ, അപ്പൊ പാർട്ടി പറഞ്ഞാൽ എന്തും കേൾക്കുമല്ലേ? അപ്പൊ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് സുഖമായിട്ടിന്റെ അടുത്ത് ഒരു അവകാശമില്ലേ? അതുകൊള്ള. ഇത് നല്ല ചോദ്യം. അവകാശം ഇല്ലെന്ന് നിനക്കേ ഉള്ളൂ. എന്താ വേണ്ടേ? ഞാനൊരു കാര്യം ചോദിച്ചാ സാധിച്ചു തരാമോ? എന്തും സാധിച്ചു തരും. അങ്ങനെയാണെങ്കിൽ ഒരാൾക്കൊരു ട്രാൻസ്ഫർ ഒന്ന് ശരിയാക്കണം. ആളാരാ? അതെന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാൾക്കാ. അത് നോംസ് നോക്കണം, പ്രശ്നമില്ല. സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കാം. എങ്ങോട്ടാ ട്രാൻസ്ഫർ വേണ്ടത്? അത് തിരുവനന്തപുരം വിട്ട് എങ്ങോട്ടെങ്കിലും. അത് ശരി. അങ്ങോട്ട് പോയാൽ അവർക്ക് തലയ്ക്ക് വെളി കിട്ടുമെന്നാ പറയുന്നത്. എന്നാ തീർച്ചയായിട്ടും പോണം. തലയ്ക്ക് സ്ഥിരതയാണല്ലോ നമുക്ക് ആവശ്യം. എനിക്ക് എത്ര സമയം തരും? 1 മാസത്തിനകം. ശരിയായിട്ടിരിക്കുന്നു. ആളുടെ പേര് പറ. മിസ്സിസ് വത്സല സുകുമാരൻ. ഓക്കെ. അയ്യേ, മിസ്സിസ് വത്സല സുകുമാരൻ മമ്മിയല്ലേ? പറഞ്ഞ നീയല്ലേ? അതെ, എനിക്കാ ട്രാൻസ്ഫർ. തിരുവനന്തപുരം വിട്ടു പോണോ? അതെ. നിനക്ക് അതുകൊണ്ട് തലയ്ക്ക് വെളിവ് കിട്ടുമെങ്കിൽ ഞാൻ ശ്രമിക്കാം. സുഖമായിട്ടും തിരുവനന്തപുരം വിടണം. ഇവിടെ കിടന്ന് ആ പ്ലഗുകൾ മുഴുവൻ കൊണ്ട് നടക്കും. എനിക്ക് കിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാം. 1 മാസത്തിനാവല്ലേ? വല്ല സ്പെഷ്യൽ ഓർഡർ ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലേ? ഓക്കെ ഓക്കെ.